ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ്. പച്ചമുന്തിരി വെച്ചിട്ടുള്ള ഒരു സൂപ്പർ അച്ചാർ. ഇത് ബിരിയാണിക്കാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. എല്ലാത്തിനും പറ്റുന്നതാണ്, പക്ഷേ ലൈറ്റ് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ബിരിയാണിക്കാണ് നല്ല കോമ്പിനേഷൻ. ഞാനിതാ മുന്തിരി എടുത്ത് കഴുകിയിട്ടുണ്ട്. 250 ഗ്രാം മുന്തിരിയാണുള്ളത്. കഴുകിയെടുത്തിട്ട് ഇത് കട്ട് ചെയ്യാണ് നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടത്. കട്ട് ചെയ്യൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ഞാനിത് അങ്ങനെ 2 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കിനി 4 പീസാക്കാം, എങ്ങനെ വേണമെങ്കിലും ആക്കാം. ഞാൻ ഇത് ഇതാ ഈ ഒരു ലെവലിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അച്ചാർ നിങ്ങൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കണം കേട്ടോ. ചെറുതായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതൊന്ന് ഓയിലിട്ട് വഴറ്റി കൊടുക്കുക. ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. ഇത്രയും ഓയിൽ ആവശ്യമില്ല കേട്ടോ. ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ മതി. ഞാൻ ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. ഫസ്റ്റ് ഒഴിച്ചത് കൂടാണ്ട് ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തപ്പോൾ അത് കൂടുതലായിപ്പോയി. അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് ഇതിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണവും കൂടി ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഫ്ലെയിം കുറച്ചിട്ട് വേണം പൊടി ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ പൊടി കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് വിനീഗറാണ്. വിനീഗർ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പച്ചമുന്തിരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നല്ല മധുരമുള്ള മുന്തിരി തന്നെയാണ് കേട്ടോ. ഞാൻ വാങ്ങിയിട്ട് കുറച്ച് നാളായി. പുളിയുള്ള മുന്തിരി ആണെങ്കിൽ നിങ്ങൾക്ക് വിനീഗറിൻ്റെ അളവ് കുറക്കാം കേട്ടോ. എനിക്കിപ്പോൾ ആ ഒരു മുന്തിരി കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ മധുരമുണ്ട്. ആ ഒരു നല്ല ഗ്രീനിഷ് കളറല്ല, അത് ലൈറ്റ് യെല്ലോയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് മുന്തിരിയുടെ പുളിക്കനുസരിച്ച് വിനീഗറിൻ്റെ അളവൊന്ന് കുറച്ചെടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് കുറച്ചുകൂടി മുന്തിരി നമുക്ക് വേവിച്ചെടുക്കാനായിട്ടുണ്ട്. വിനീഗർ മാത്രമല്ലേ ഇതുള്ളൂ, അപ്പോൾ കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. 1/4 കപ്പ് അല്ലെങ്കിലും 1/4 കപ്പിലും കുറവായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ കൂടാൻ പാടില്ല. ആ ഒരു അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് ടൈം 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് മുന്തിരി വേവിച്ചെടുക്കാം. മുന്തിരി വേവിച്ചെടുത്താൽ മാത്രമാണ് നമുക്ക് ഇത് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ അച്ചാറാക്കിയിട്ട് പെട്ടെന്ന് ആർക്കെങ്കിലും അറിയാത്ത ആൾക്കൊക്കെ ഇത് കഴിക്കാൻ കൊടുക്കുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ മുന്തിരിയാണ് ഇതെന്ന്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഓയിൽ അധികമാണെന്ന്, അതുകൊണ്ടാണ് ഈ കുറച്ച് തെളിഞ്ഞ് വന്നതിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രം നിങ്ങൾ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 250 ഗ്രാം മുന്തിരിക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ മതി. ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇങ്ങനെ ഇടുന്നില്ലെങ്കിൽ നമ്മൾ ചോപ്പ് ചെയ്യുന്ന ടൈമിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചോപ്പ് ചെയ്യുന്ന ടൈമിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ അപ്പോൾ വിട്ടുപോയതാണ്. ഇങ്ങനെ ചെയ്താലും മതിയാവുന്നതാണ്. അപ്പോൾ ഉപ്പെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അച്ചാറിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് ലാസ്റ്റായിട്ട് ചേർക്കാനുള്ള പൊടിയാണ്. അച്ചാർ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1/4 ടീസ്പൂണോളം ഉലുവയും 1/4 ടീസ്പൂണോളം കടുകും ഒന്ന് വറുത്തെടുക്കുക. കടുക് ഉലുവയും ചൂടായി കഴിഞ്ഞാൽ പൊട്ടുന്നത് കാണാം നമുക്ക്.
ആ ഒരു ടൈം ആകുമ്പോഴേക്ക് തന്നെ നമുക്ക് കടുക് ഇത് വറുക്കുന്നത് ഇറക്കി വെക്കാം. കൂടുതൽ ടൈം വെച്ചിട്ട് ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഉലുവ കൂടുതൽ കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ 1/4 ടീസ്പൂൺ മാത്രം എടുക്കാനായിട്ട് നോക്കുക. ഉലുവ കൂടുന്തോറും കയ്പ്പ് ടേസ്റ്റും വരും. അതുപോലെ തന്നെ പിന്നെ കൂടുതൽ കറുത്തു പോയാലും ടേസ്റ്റ് മാറും. അപ്പോൾ അതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ആ പൊടി മുഴുവനായിട്ടും നമ്മുടെ അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏത് അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിലും ലാസ്റ്റിൽ ഇത് രണ്ടും ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ നല്ല മണവും ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാത്തിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി വേറൊരു റെസിപ്പിയുമായി കാണുന്നവരെ എല്ലാവരോടും ബായ്.